ബ്രിട്ടാസ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ CPIM ആദ്യം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കാലത്തെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ താല്പര്യവും RSSുമായുള്ള ബന്ധവും ഒക്കെ നോക്കിയാൽ അതിനെ അസ്വാഭാവികമായി കാണേണ്ടതുണ്ടോ? അസ്വാഭാവികമായിട്ട് കാണേണ്ടതില്ല. പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവാർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി RSSനെ ശ്ലാഘിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിലുള്ള അഭിസംബോധനയാണെന്ന് മനസ്സിലാവും. സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ ഒരു പങ്കും വഹിക്കാതെ കൊടുത്ത് പാരമ്പര്യമുള്ള സവാർക്കറിനെ അതുപോലെ തന്നെ RSSനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അപലപനീയവും അപഹാസ്യവുമാണെന്ന് നമ്മൾ തിരിച്ചറിയും. യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങളെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മതനിരപേക്ഷ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ മുമ്പോട്ട് വരുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള പരോക്ഷ പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റിലൂടെ മനസ്സിലാക്കുന്നത്. ഈ സവാർക്കർ എന്ന് പറഞ്ഞ വ്യക്തി എത്ര മാപ്പപേക്ഷയാണ് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ സവാർക്കർ ഗാന്ധി വധത്തിൽ പ്രതിയായിരുന്നില്ല. തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിൽ പോലും പിന്നീട് കപൂർ കമ്മീഷൻ, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന JL കപൂറിന്റെ അന്വേഷണത്തിൽ സവാർക്കർക്ക് ഗാന്ധിവധത്തിൽ പങ്കുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് രേഖപ്പെടുത്തിയതല്ലേ നമ്മുടെ ചരിത്രം. അതുകൊണ്ട് ഈ ചരിത്ര നിഷേധം കൂടിയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. രാജ്യം വലിയൊരു അപകടത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. പക്ഷെ നേരത്തെ തന്നെ സവർക്കറുടെ ഛായാചിത്രം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇപ്പോൾ RSSനെ കൂടി ആ നിലയ്ക്ക് ഒരു ആധികാരികത കൊടുത്തുകൊണ്ട് RSS ഈ രാഷ്ട്രത്തിന്റെ ഉന്നതിയിൽ ആദ്യന്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന മട്ടിൽ പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ ചരിത്രം കൂടി ഓർത്തു പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടുകയാണല്ലോ സ്വാഭാവികമായും. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ഓർക്കുന്നു എന്നത് തൽക്കാലം ഓർത്തു പോകാനും ചർച്ച ചെയ്തു പോകാനുമുള്ള ഒരവസരമായി തൽക്കാലം പ്രതിപക്ഷം ഇതിനെ കാണുന്നുണ്ടോ? സ്വാതന്ത്ര്യ സമരത്തിൽ RSS പങ്കെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ RSS പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ സവാർക്കറിന്റെ പടം ഇന്ന് ഹർഷം പറഞ്ഞ കറക്റ്റാണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളില് യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ നേരെ എതിർവശമാണ് സവാർക്കറുടെ പടം തൂക്കിയിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ മുകളിലാണ്, അതായത് മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആൾക്കാരുടെ പടം വെച്ചിട്ട് അതിന്റെ മുകളിലാണ് സവാർക്കറുടെ പടം നൽകിയിരിക്കുന്നത്. നോക്കുക, എത്രത്തോളം അപഹാസ്യമാണെന്ന് നോക്കുക. ഇതിനകത്ത് ഒരുപക്ഷെ ഒരു നിരീക്ഷകർ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ ഇത് RSSനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നതിനപ്പുറം പ്രധാനമന്ത്രിയുടെ ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ തലവും കൂടി ഇതിനകത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒന്ന്, 75-ാം വയസ്സിൽ വിരമിക്കേണ്ടതിനെ കുറിച്ച് RSS മേധാവി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഓർമ്മിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും നമ്മൾ അവഗണിക്കുകയാണ് എന്നുള്ള ഒരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിരുന്നു. ഒരു വഴിക്ക് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് ആനയിക്കുക, മറുവശത്ത് തന്റെ സന്തുലിതമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ പദവി ദുരുപയോഗിക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ മട്ടിലെല്ലാമുള്ള ചർച്ചകൾ തന്നെയാണ് സ്വാഭാവികമായും ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ഉയർന്നു വരുന്നത്. ആദ്യം തന്നെ CPIM ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.